ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സീ വേൾഡ് അബുദാബി. ഇത് അതിൻ്റെ എൻട്രി ഫീസൊക്കെ ഒരിച്ചിരി കൂടുതലാണെങ്കിലും നമ്മൾ അബുദാബിയിൽ പോകുമ്പോൾ ഇത് കണ്ടിരിക്കേണ്ടതാണ്. അത്ര കൊണ്ട് അത് കാണാനും മാത്രമുണ്ട്. അതിലേക്ക് അതിൻ്റെ ഗേറ്റിൽ കൂടെ എൻ്റർ ചെയ്യണതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള എൻ്റർടൈൻമെൻറ്റിനുള്ള സംഭവമൊക്കെ അവർ പണിത് വെച്ചിട്ടുണ്ട്. ഇതിൽ ട്രോപ്പിക്കൽ ഓഷ്യൻ അതിലുള്ള ജീവികൾ, പിന്നെ അതുപോലെ തന്നെ പോളാർ റീജിയനിലുള്ള പോളാർ ഓഷ്യനിലുള്ള ജീവികൾ, ഇതിനെല്ലാം നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ട്രോപ്പിക്കൽ ഇത് ആ ഭാഗത്തിൽ നമ്മൾ ഈ ജീവികളെ കൂടാതെ കുട്ടികൾക്കുള്ള കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ കനോപ്പി ക്ലൈംബേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ അവസാനം ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഡോൾഫിൻ ഷോ ഉണ്ട്. പോളാർ റീജിയനിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഏറ്റവും പ്രധാനം അവിടുത്തെ തണുപ്പാണ്. അവർ പോളാർ റീജിയൻ അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. തണുപ്പ് കൊണ്ട് നമുക്ക് അടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ കയറുമ്പോൾ നമ്മളൊരു സ്വെറ്ററൊക്കെ കരുതിയിരിക്കുന്നത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാണാനുള്ളത് ഈ പെൻഗ്വിൻ ഷോയാണ്. അപ്പോൾ അപ്പോൾ ഈ ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് അഡൽസിന് 395 ദിർഹംസ്. ഇത് 2023 ഡിസംബറിലല്ല റേറ്റാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് കൂടാതിരിക്കത്തില്ലല്ലോ. നമ്മൾ കുറെ സ്റ്റാർ ഫിഷുകളെയാണ് കണ്ടത്. ഇനി അടുത്തത് കാണാൻ പോകുന്നത് Mais non, mais il est dans l'eau, il va pas venir. Ok. Là, ça fait déjà. ഒരു
ഇപ്പൊ നമ്മള് അക്വേറിയത്തിന്റെ അകത്തൂടെ എന്നാണ് വെള്ളത്തിന്റെ അടിയിൽ കൂടെ അകത്തൂടെ പോകുന്നതായിട്ടൊക്കെ തോന്നത്തുള്ളു. മോളില് വലിയ ഷാർക്കും ഈ ഡോൾഫിനും ഒക്കെ കിടന്ന് കളിക്കുക. നമ്മളിതിന്റെ അകത്ത് നിൽക്കുക. നമ്മളിവിടെ താഴെ നിൽക്കുന്നു പോയ വലിയ വലിയ ഷാർക്കൊക്കെ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പോകുന്നു. അങ്ങനെ ഒരു ലോകത്താണ് ഇപ്പൊ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ ട്രോപ്പിക്കൽ ഓഷ്യനിലെ ജീവികളാണ്. ഇതിൽ ബോറടിക്കാതിരിക്കാൻ ചില ഗെയിമുകൾ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എസ്കലേറ്റർ വഴി ഇച്ചിരി മുകളിൽ എന്തോ സംഭവം കാണാനായിട്ടുള്ളൊരു പോക്കാണ്. ये देखो स्नो शार्क स्टिंगरे रे फिश। क्या हुआ? they were hiding there. सी कितनी बड़ी है ये वाली, देखो ये कौन सी है? കണ്ട് ടയർഡായെങ്കിൽ നമുക്കിവിടെ കയറി വല്ല സ്നാക്സൊക്കെ കഴിക്കാം. Which one is it? Oh, this one. Right? അതിൻ്റെ അക്വേറിയത്തിൻ്റെ അകത്ത് വേഷമൊക്കെ ധരിച്ച് രണ്ടുപേര് കറങ്ങി നടപ്പുണ്ട്. ജാക്കറ്റും ഒക്കെ ഇട്ടുണ്ട്. രണ്ടുപേരല്ല 3 പേരുണ്ട് കേട്ടോ. എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവരിത് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന്. അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്.
അവർ ഇതിൻ്റെ സ്യൂട്ടൊക്കെ ഇട്ടുണ്ട്, ഓക്സിജനൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ചില്ലൊക്കെ ക്ലീൻ ചെയ്യ്. ട്രോപ്പിക്കൽ ഓഷൻ. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഡോൾഫിൻ ഷോയാണ്. അതിനെല്ലാം പ്രത്യേകം ടൈമുകളുണ്ട്. ഇപ്പം നമ്മൾക്ക് ഏറ്റവും നന്നായിട്ട് കാണാനുള്ളത് ഒരു വൈകുന്നേരത്തെ 7 മണി കഴിഞ്ഞുള്ള ഷോയാണ് ഏറ്റവും നല്ലത് കാണാനായിട്ട്. We hope you enjoy learning about our animals that call ഷോ തുടങ്ങണതിൻ്റെ വേളാക്കിയേക്കുന്നു. ഈ ടാങ്കിൽ മൊത്തം ഈ ഡോൾഫിനുകളാണ്. കഴിഞ്ഞ് എല്ലാവരും ചാടി എണീറ്റ് പോവുക. അപ്പം ഇതിൽ നമുക്ക് ഡോൾഫിന് തീറ്റ കൊടുക്കാം, അവർ തീറ്റ കൊടുക്കും. ഡോൾഫിൻ കിടന്ന് മറിയുന്ന കുറേ ഡോൾഫിൻ്റെ എക്സർസൈസ്. അവസാനം അവൻ കാണികളുടെ വാലുകൊണ്ട് കാണികളുടെ മേത്തൊക്കെ വെള്ളം തെറിപ്പിക്കുന്നത്, ഇതെല്ലാം നമുക്ക് ചാടുന്നതും ഭക്ഷണം കഴിക്കുന്നതും. ഷോ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിപ്പോയി. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് പടം എടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് പിള്ളേർക്ക് ബോറടിക്കാതിരിക്കാനായിട്ട് അവർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. മനുഷ്യർ വേഷം കെട്ടി ആടുക കേട്ടോ.
ഇഷ്ടപ്പെടും, പിള്ളേർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ. ഈ കളിക്ക് ഒരു കനോപ്പി ക്ലൈംബേഴ്സ് എന്നാണ് ഒരു പേര് കൊടുത്തിരിക്കുന്നത്. കനോപ്പി ക്ലൈംബേഴ്സ്. അടുത്ത നമ്മൾ പോകുന്നത് പോളാർ റീജിയനിലോട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പെൻഗ്വിനെയൊക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. എനിക്ക് തോന്നുന്നു ഇവർ പോളാർ റീജിയനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. തണുപ്പ് കാരണം അടുക്കാൻ പറ്റുന്നില്ല. കാണാം. ഇവിടെ വന്നപ്പോഴാണ് ഇച്ചിരി ലൈറ്റ് ഉള്ളത്. ഇത് പെൻഗ്വിൻ്റെ കേന്ദ്രമാണ്. പെൻഗ്വിൻ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ലേ? തണുപ്പൊട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എല്ലാരും തണുത്ത് പറിച്ച് നിൽക്കുക കേട്ടോ. ഈ ജീവിയൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്, പക്ഷെ ഇത് ഇരുട്ടത്തായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. ഈ ജീവിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അവിടെയൊക്കെ കിടന്നുണ്ട് കളിക്കുന്നുണ്ട് വെള്ളത്തിൽ. ഒരുമാതിരി നീന്തി തുടിച്ചൊക്കെ കളിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ക്ലിയർ അല്ല. ഭയങ്കര ഇരുട്ടും ഭയങ്കര തണുപ്പും. ഒരുമാതിരിയൊക്കെ ക്ലിയർ ആയിട്ട് വരുന്നു. അപ്പോൾ ഇത് ചുരുക്കി കാണിച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലെ തന്നെ ഡോൾഫിൻ ഷോ, അതുപോലെ കനോപ്പി ക്ലൈംബേഴ്സിൻ്റെ പ്രകടനങ്ങൾ, അതുപോലെ പോളാർ റീജിയനിലുള്ള പെൻഗ്വിൻസ് ഷോ, ഇത് ഞാൻ അടുത്ത എപ്പിസോഡുകളിൽ കുറച്ചുകൂടെ വിശദമായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്നിട്ട് കാണുകയായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.